അധ്യക്ഷൻ കോട്ടയത്ത് ശ്രീ എ ബി പ്രസാദ് സാറ്, ഈ വേദിയിലും ഞാൻ ദീർഘമായിട്ട് എല്ലാവരെയും എടുത്ത് സംബോധന ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഗ്രേസ് ലാൽ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായ ഇവിടെ ക്ലാസ്സുകൾ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. എങ്കിലും ഒരു 10 മിനിറ്റും പരമാവധി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയുക എന്നത് മാത്രമേ ഞാൻ ഇവിടെ തുനിയുന്നുള്ളൂ. അതിന് കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കോട്ടയം നിവാസികളായിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. കൈപൊക്കിയപ്പോൾ മിക്കവർക്കും ഇതിൻ്റെ ചരിത്രങ്ങൾ അറിയാം എന്ന് മനസ്സിലായി. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് സാർ എന്നോട് ഇവിടെ ഒരു വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എന്നോട് ഒരു അഭിപ്രായം ആരായുകയും അതിന് മാർച്ച് മാസത്തിൽ തന്നെ നടത്തുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് അല്പം ദീർഘിച്ചു പോയി. ഏപ്രിലിലാണ് നടത്താൻ സാധിച്ചത്. ഈ ഏപ്രിലിൻ്റെ ഒരു പ്രത്യേകത, ഈ തൊട്ടടുത്ത എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം, ഗുരു പറഞ്ഞിട്ടുള്ള കരിയും കരിമരുന്നും ഉൾപ്പെടെയുള്ള ഉത്സവം. ഒപ്പം ഇന്ന് അതിനൊക്കെ ഉപരിയായിട്ട് കരിയും കരിമരുന്നും കന്നു കഴിഞ്ഞെന്ന് നല്ല ഒരു ഓമന പേര് കൊടുത്ത് എന്തോ കേസനാന്നാ അല്ല ആകാശ വിസ്മയമെന്നോ പിന്നെ ഋഷികേശ ഏതോ ഈ നമ്മൾ മലയാള ഭാഷയിൽ കെട്ടുകാഴ്ച എന്നോ ഇവയൊക്കെ സംഘടിപ്പിക്കുന്നതിന് മുൻതൂക്കം കൊടുത്തിട്ടുള്ള ക്ഷേത്ര പ്രവർത്തനങ്ങൾ ഇതിന് ചുറ്റുപാടും ധാരാളം ക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവയുടെയൊക്കെ ഉത്സവം ഈ ആണ്ടിൽ മിക്കവാറും ഭരണി, കാർത്തിക തുടങ്ങിയ നാളുകൾ വന്നത് ഇതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് തന്നെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പല രീതിയിലും ഇതിൻ്റെ വാർഷികോത്സവം നടത്തുന്നതിന് നമ്മൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്തായാലും 56 വർഷമായിട്ട് നടക്കുന്ന വാർഷികാഘോഷങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഒരു വാർഷികാഘോഷ പരിപാടികൾക്ക് പ്ലാൻ ചെയ്തു. അപ്പോഴാണ് പ്രസാദ് സാർ പറയുന്നു നമ്മൾക്ക് വിജ്ഞാന സദസ്സ് കൂടി നടത്തുന്നത്. അപ്പോൾ അവിടുന്ന് ഡേറ്റ് ചോദിച്ചപ്പോൾ 20-ാം തീയതിയാണ് ഡേറ്റ് തന്നത്. നമ്മൾ ഏതാണ്ട് 56 വർഷമായിട്ട് ഏപ്രിൽ 23 മുതൽ 25 വരെയാണ് ഇവിടുത്തെ വാർഷികാഘോഷം നടക്കുന്നത്. ആ വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ യുവാക്കൾക്കും ഒക്കെ ഒരു ക്രൈസാണ്. എന്ന് പറഞ്ഞാൽ ഉത്സവ പരിപാടി നടത്തുക, കെട്ടുകാഴ്ച അല്ലെങ്കിൽ ഘോഷയാത്ര നടത്തുക, ഇതൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായി ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൂടി ഇത് വർദ്ധിപ്പിക്കേണ്ടി വന്നു ഈ പരിപാടി. ഒരിക്കലും ഞങ്ങൾക്ക് വിഷമമില്ല, ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത്. ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, കോട്ടയത്തുനിന്ന് വന്നത് ചലിക്കുന്ന കൊട്ടാരമാണ് ഇവിടെ വന്നത്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ആളുകൾ ഇവിടെ വന്നെത്തി നമ്മളുടെ സന്നിധിയിൽ വന്നെത്തുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ കൃതാർത്ഥതയുണ്ട്. അപ്പം ആ ചലിക്കുന്ന കൊട്ടാരം ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആ ചലിക്കുന്ന കൊട്ടാരത്തെ എത്രമാത്രം അഭിനന്ദിച്ചാലും, എത്രമാത്രം അവർക്ക് സ്വീകരണങ്ങൾ നൽകി, എത്രമാത്രം അവരെ സൽക്കരിച്ചാലും പാറക്കൽ ശ്രീനാരായണ ധർമ്മസേവാ സംഘം ട്രസ്റ്റിനും മതിയാകില്ല. അതിൻ്റെ ആണ്. പിന്നെ ഞാൻ അല്പം ചില കാര്യങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററിയെ സംബന്ധിച്ച് ചിലരുടെ അറിവിലേക്ക് ഒന്ന് പകരാം. ഗുരുദേവൻ്റെ തൃക്കയ്യാൽ സൃഷ്ടിച്ച പുണ്യതീർത്ഥ മണ്ഡപം, ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന്, ഗുരുദേവൻ 33 ക്ഷേത്രങ്ങൾ സ്വന്തം തൃക്കയ്യാലും ശിഷ്യന്മാരെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അതിൽ ഏറെ പ്രാധാന്യമുള്ള 2 പ്രതിഷ്ഠകളുണ്ട്, അരുവിപ്പുറവും ശാരദാമഠവും. ഈ 2 പ്രതിഷ്ഠകൾ ഗുരുവിൻ്റെ സ്വന്തം കൈകൊണ്ട്, സ്വന്തം നേതൃത്വത്തിൽ, സ്വന്തം എല്ലാ രീതിയിലും ചെയ്തുകൊണ്ട് ചെയ്ത 2 ക്ഷേത്രങ്ങളാണ് ശാരദാമഠവും അതുപോലെ തന്നെ അരുവിപ്പുറം ക്ഷേത്രവും. അതുപോലെ തന്നെ സ്വന്തം തൃക്കയ്യാൽ സൃഷ്ടിച്ച പുണ്യതീർത്ഥം. ഈ പുണ്യതീർത്ഥം 1914 സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ് ഗുരുവിൻ്റെ സന്ദർശനം. ചെങ്ങന്നൂർ സന്ദർശനം, ഒപ്പം മെഴുവേലി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുദേവൻ ഇവിടെ വന്നെത്തിയത്. ഗുരു ഇവിടെ വന്നെത്തിയപ്പോൾ
നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ കുട്ടനാടിൻ്റെ ചരിത്രം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ശശീന്ദ്രൻ എന്നൊരാൾ തൻ്റെ കൃതികളിൽ എഴുതിയിട്ടുണ്ട്. കേരളമതി പബ്ലിഷ് ചെയ്ത ഗുരുമൊഴിയിലുണ്ട്. ഇതിലൊക്കെ ഉണ്ട് ഗൗരിയമ്മയുടെ ഒരു അകന്ന ബന്ധു, ഏതാണ്ട് അമ്മാവനായി വരുന്ന CK കുഞ്ഞികൃഷ്ണൻ എന്ന മുഹമ്മയിലെ സ്വാതന്ത്ര്യ സമര സേനാനി വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ അതിർത്തിയിൽപ്പെട്ട ഒരു ധനാഢ്യരായ വീട്ടിൽ നിന്നാണ്. ഗുരുദേവൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ വീട്ടിലാണ് പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നത്. ആ പ്രഭാത ഭക്ഷണം ഒരുക്കിയപ്പോൾ ഗുരുവിന് പഞ്ചശുദ്ധി വ്രതം, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇന്നതാണ് പഞ്ചശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഗ്രഹശുദ്ധി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറയേണ്ട കാര്യമില്ല. വിജ്ഞാന സദസ്സിൽ നിങ്ങളെക്കാളിലൊക്കെ വളരെ താഴെയുള്ള ഒരാളാണ് ഞാൻ. സംഘടനാ പ്രവർത്തനത്തിൽ ഒരുപക്ഷെ നിങ്ങളെക്കാളിലൊക്കെ പരിചയം കാണും. SNDP യോഗത്തിൽ 22 വർഷം തുടർച്ചയായി ഡയറക്ടർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഞാൻ ഗമ പറയുകയല്ല, അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ കൗൺസിലർ, ഇൻസ്പെക്ടിംഗ് ഓഫീസർ, ഈ പദവികളൊക്കെ വഹിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു പ്രഭാഷകനായി ഞാൻ ഇന്നുവരെയും എങ്ങും വേദികൾ കൂടുതൽ പങ്കിട്ടിട്ടില്ല. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലയിടത്തും പോയി മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പഞ്ചശുദ്ധി വ്രതം ആചരിക്കേണ്ട വീട്ടിൽ ഗുരു വന്നപ്പോൾ ഗുരുവിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തും കാണും, നമ്മൾ നേരിട്ടല്ലെങ്കിലും ഗുരു മനക്കണ്ണുകൊണ്ട് ഇത് കണ്ടും. ഗ്രഹശുദ്ധിയില്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ ആഹാരം കഴിക്കില്ല, പ്രഭാത ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു പിണക്കവുമില്ലാതെയാണ് ഗുരു അവിടെ നിന്ന് നടന്ന് കുറ്റിക്കാടുകൾ പറഞ്ഞ ഈ പ്രദേശത്ത് വന്നിരുന്നത്. അന്ന് കേവലം ആ മെയിൻ റോഡിൽ നിന്ന് 1 or 2 വീടുകൾ മാത്രമേ ഉള്ളൂ. 1914 സംഭവം. അന്ന് എൻ്റെ അമ്മയുടെ അമ്മ, ആ പ്രായത്തിലുള്ള 10-20ഓളം ആളുകൾ ഈ പരിസരത്തൊക്കെ ഗുരുവിനെ അന്വേഷിച്ചപ്പോൾ ഇവിടെ വളർന്നു നിൽക്കുന്ന കൊച്ചാൽമരത്തിൻ്റെ ചുവട്ടിൽ ഗുരു ഈ ധ്യാന നിമഗ്നനായിട്ടിരിക്കുകയാണ്. ഈ ഗുരുവിനെ കണ്ട് ഇവരെല്ലാം തൊഴുതു പിടിച്ചിരുന്നപ്പോൾ ഗുരു പറയുന്നു, ഇത് നാം ഭക്ഷണവും കഴിച്ചു, ജലപാനവും നടത്തി, ഇവിടെ ഞാനൊരു ജലസ്രോതസ് സൃഷ്ടിച്ചിട്ടുണ്ട്, ഇത് പുണ്യസ്ഥലമാവുമെന്ന് ഭവിക്കുകയും എന്ന് പറയുകയും ചെയ്തു. ആ ജലസ്രോതസ് സൃഷ്ടിച്ചുകൊണ്ട് ഗുരു ഇവിടുന്ന് ജലപാനം നടത്തിയതിന് ശേഷമാണ് ഒപ്പം ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായ മൂലൂർ S. പത്മനാഭയ്യരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അമ്മൂമ്മ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പഴയകാല വാർദ്ധക്യത്തിൽ എത്തിയ സമയത്ത് എന്നോട് തന്നെ ഞാനിതിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ച് തേടിയപ്പോഴാണ് ഇതെല്ലാം അവരൊക്കെ പറയുന്നത്. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യവും ഒരു കഥ പോലെയാണ് ഇവരെല്ലാം പറഞ്ഞു തന്നത്. അപ്പം ഗുരു പുണ്യതീർത്ഥ മണ്ഡപം സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരോടും പുണ്യസ്ഥലമാണെന്ന് പ്രവചിച്ചതിന് ശേഷം പോയി. അവിടെ കൊണ്ട് കഥ തീർന്നില്ല. ഇതിനൊരു 2ാമത് ഭാഗമുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളൊരു പക്ഷേ കേട്ട് കാണും, നിങ്ങളൊക്കെ കേട്ട് കാണും. ഒരു നമ്മുടെ പേച്ചിപ്പാറ അണക്കെട്ട് പണിതപ്പോഴത്തെ ഓവർസറുണ്ട്, രാമൻ ഓവർസിയർ പടത്തിന്റെ മുൻപിൽ ചെന്ന് പറഞ്ഞു, ഞാൻ ഒരു കിണർ കൊട്ടിക്കൊടുക്കാം, പേച്ചിപ്പാറ അണക്കെട്ടിന്റെ പണികൾ എനിക്ക് ലാഭകരമായിട്ട് ചെയ്യുവാണെങ്കിൽ ഗുരുവിന്റെ ചിത്രത്തിന് മുന്നേ ചെന്ന് പറഞ്ഞു അരുവിപ്പുറത്തൊരു കിണർ കുത്തിക്കൊടുക്കാമെന്ന്. ഒരു കിണർ കുത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞു. രാമൻ ഓവർസിയർ കാശുമൊക്കെ കിട്ടി, നല്ല ധനാഢ്യനായി വർക്കുമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഓവർസിയർ ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ഒരിക്കൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് ചെന്നപ്പോൾ ഈ രാമൻ ഓവർസിയറോട് അവർ ഭക്തജനങ്ങൾ പറഞ്ഞു, ഗുരു ഇവിടെ വെള്ളം ശുദ്ധജലത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ഗുരു പറഞ്ഞു, നമ്മുടെ രാമൻ ഓവർസിയർ ഇവിടെ കിണർ കുത്തിത്തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതെന്ന് രാമൻ ഓവർസിയറെ നിങ്ങളൊന്ന് സമീപിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഈ പ്രിയങ്കരനായ രാമൻ ഓവർസിയർ ഇത് ഓർത്തിരിക്കുന്നത്. ഈ രാമൻ ഓവർസിയർ ഒരു കിണറിന് പകരം അരിപ്പുറത്ത് 2 കിണർ കുത്തിക്കൊടുത്തു. അങ്ങനെ പ്രായശ്ചിത്തം ചെയ്തു. അതിന് തുല്യമായി
ഈ പുണ്യതീർത്ഥ മണ്ഡപവും ഈ പുണ്യതീർത്ഥ സ്രോതസ്സിൽ ഈ ഞാൻ പറഞ്ഞ CK കുഞ്ഞികൃഷ്ണന്റെ മൂന്നാമത്തെ മകനായ വരദരാജൻ, ഈ വരദരാജൻ 1968 അതുപോലെ തന്നെ PK വേലായുധൻ ഇവിടെ പ്രസിഡന്റായിട്ട് ഒരു ശ്രീനാരായണ പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് ശ്രീ PK വരദരാജൻ ഈ ഗുരുക്ഷേത്രത്തിൻ്റെ 99% സാമ്പത്തികവും ചെലവാക്കി ഇവിടെ ഗുരുദേവ ക്ഷേത്രം ചെയ്തു തന്നു. 68 അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച ഒറ്റ വർഷം 69 ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി. അന്ന് ചെങ്ങന്നൂർ യൂണിയനിൽ 1-2 ഗുരുക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുപരിയായിട്ട് അതിലൊക്കെ മനോഹരമായിട്ട് ഒരു ഗുരുക്ഷേത്രം ഈ PK വരദരാജൻ ഉണ്ടാക്കി ഇവിടെ ഭക്തജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചു. അത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എങ്ങനെ രാമനോവർസ്യർ പ്രായശ്ചിത്തം ചെയ്തു, അതുപോലെ CK കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ അതിൻ്റെ പ്രായശ്ചിത്തമാണ്, ഗുരു ചെയ്യിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ജനറേഷനിലുള്ള ആളുകളാണ് ഇവിടെ പ്രതിഷ്ഠ നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അവരൊക്കെ നല്ല രീതിയിൽ ഇന്നും സഹായിച്ചു പോരുന്നുണ്ട്. ആ ഒരു പ്രായശ്ചിത്തമാണ് ഗുരു ഇവിടെ ചെയ്യിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട്. ഗുരുദേവൻ്റെ ചെങ്ങന്നൂർ സന്ദർശനത്തിൽ മാമൻ മത്തായി എന്നൊരാളിനെ കൊഴുവല്ലൂരുള്ള ഒരു ക്രിസ്തീയ സഹോദരന് സംസാരശേഷി നൽകി. ഇതൊക്കെ മൂലൂര് കേട്ടും ശ്രവിച്ചു വരുന്നതാണ്. ആ മൂലൂർ അന്ന് എഴുതിയ കൃതിയിലാണ് ഊമനെ വാചാലനാക്കിയ മഹാനെ എന്നും പറഞ്ഞ് ഗുരുവിൻ്റെ സാമ്യകീർത്തനം എന്ന കൃതിയിൽ വളരെ അതിനടുത്തൊരു വാചകമുണ്ട്. അത്ഭുത സിദ്ധികൾ കാണിച്ച ഞാനതെല്ലാം ഇപ്പോൾ ഓർത്തുപോലും ഇരിക്കുന്നില്ല. ഗുരുദേവനെ കാണുമാറാകണം. ഒരു പക്ഷേ ഈ 2 കാര്യങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും അന്ന് മൂലൂർ എസ് പത്മനാഭ പണിക്കർ സാമ്യ സങ്കീർത്തനം എന്ന കൃതിയിൽ പ്രതിപാദിച്ചത്. ഇത് തീർച്ചയായിട്ടും പലപ്പോഴും ഇത് അന്വേഷിച്ച് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ പലപ്പോഴും ഈ 56 വർഷ ചരിത്രത്തിൽ പലപ്പോഴും ഇന്ന് പലയിടത്തും ഒരു ദുഷ്പ്രവർത്തികൾ എന്നേ ഞാൻ അതിന് പറയാറുള്ളൂ. ശ്രീനാരായണ ഗുരുക്ഷേത്രം സ്ഥാപിച്ച് ശ്രീനാരായണ ഗുരുക്ഷേത്രത്തെ ആളും അർത്ഥവുമില്ല, വരുമാനം കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുക, ക്ഷേത്രപ്രതിഷ്ഠ നടത്തി അല്പം പൂജാതി കാര്യങ്ങളും ഒക്കെ ചെയ്ത് അല്പം സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കുക എന്ന് നമ്മളുടെ പ്രവർത്തകരുടെ ഇടയിൽ ഇന്നൊരു വാസനയായി മാറി. അത് എനിക്കും എടുത്തു പറയാം, പേര് പറയുന്നില്ല എങ്കിലും ചെങ്ങന്നൂർ യൂണിയനിൽ തന്നെ 3-4 സ്ഥലത്ത് ഗുരുദേവ ക്ഷേത്രത്തിൽ ആളില്ലാത്തത് കൊണ്ട് നമുക്കൊരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു ശിവപ്രതിഷ്ഠ ഇതിനടുത്ത് നടത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശിവപ്രതിഷ്ഠ നടത്തി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച ചരിത്രമുണ്ട്. ഒരുപക്ഷെ കോട്ടയത്തും ചിലപ്പോഴുണ്ടാകാം, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യം പറഞ്ഞ അരുവിപ്പുറവും നമ്മളുടെ ശാരദാമഠത്തിലും നൈവേദ്യമില്ല, പൂജകളില്ല. അതാണ് ശ്രീനാരായണ ക്ഷേത്രം എന്നും സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിട്ടുകൊണ്ടുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പഠിക്കണം, വന്നിരുന്ന് കാറ്റുകൊള്ളണം. ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശത്തെ പറ്റി സ്വാമി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തീരെ വരുമാനം കുറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ വേറൊരു ക്ഷേത്രം കൂടി സ്ഥാപിച്ചാൽ നമുക്കതൊക്കെ ഉയർത്തെഴുന്നേൽക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരെ മുഴുവൻ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2023 സെപ്റ്റംബർ 17-ാം തീയതി ഇതിനെ നമ്മൾ ഒരു തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുകയുണ്ടായി. ആ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയ വേളയിൽ ഗോവ ഗവർണർ, ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് ശ്രീമതി സച്ചിദാനന്ദ സ്വാമികൾ ഇവരൊക്കെ ഇന്ന് അവിടെ സന്നിധരായിരുന്നു. ആ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നത് പറയാൻ കാരണം
അതിനുശേഷം ഈ 6 മാസത്തോളം കൊണ്ട് ഇവിടെ സന്ദർശക ഡയറിയിൽ ഞങ്ങൾ കുറിച്ചിട്ടിട്ടുണ്ട്. തൃശ്ശൂർ, നീലഗിരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകർ, അതുപോലെ കോട്ടയമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള, ഇടുക്കി തുടങ്ങിയ എല്ലാ മേഖലയിൽ നിന്നും ഏതാണ്ട് ഒരു 3000-ഓളം തീർത്ഥാടകർ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അത് ഒരു സർവകാല റെക്കോർഡാണ്. ആ തീർത്ഥാടകർക്കായിട്ട് നമ്മൾക്ക് പരിമിതമായ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. എങ്കിൽ ഇതൊന്നും പോരാ എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബ യൂണിറ്റുകളൊക്കെ നമ്മൾ ഇവിടെ അറിയിച്ചിട്ട് ഇവിടുത്തെ തീർത്ഥാടകരായി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരവും അർഹിക്കുന്ന സഹായവും ഞങ്ങൾ നൽകാൻ കൃതാർത്ഥരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എൻ്റെ ഈ വാക്കുകൾ, ഈ ഉദ്ഘാടന പ്രസംഗം ഇവിടെ നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ വിജ്ഞാന സദസ്സിൻ്റെ ഇവിടെ വന്ന ഞാൻ ആദ്യം പറഞ്ഞ ചലിക്കുന്ന കൊട്ടാരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുഖ്യപ്രസംഗത്തിനായി ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ